ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്കിന്നൊരു ക്യൂട്ടായിട്ടുള്ള മേക്ക് ഓവർ ചെയ്താലോ. അപ്പോൾ എൻ്റെ ഒരു പഴയ ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്. ഇതിനെ നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണാനായിട്ട് അത്ര ഭംഗിയില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മേക്ക് ഓവറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു വയലറ്റ് കളറാണ് എടുത്തേക്കുന്നത്. നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. കുറച്ച് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ മതിയാവും. അതിന് നമുക്ക് കുഞ്ഞൻ സർക്കിൾ ഷേപ്പിൽ 3 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു അക്രിലിക് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ സർക്കിൾസ് വരച്ചെടുത്തത്. നമുക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് വേണോ അത്രയും വലിപ്പത്തിലുള്ള സർക്കിൾസ് വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതലും ഫേസ് കാണിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേ പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ചിരിക്കാത്തതെന്നുള്ളത്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിപ്പ് ഇട്ടേക്കണോണ്ടാണ് എനിക്കെന്തോ അത് കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചിരിച്ച് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇതേ നമ്മൾ 3 കുഞ്ഞൻ സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ ഓരോ പീസും വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ രീതിയിലായിട്ട് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ നോർമലായിട്ടൊരു ഫ്ലവർ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ മിറർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലെ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്താലും മതി. ഓരോന്നും അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടില്ലേ. ഇനി അയൺ ബോക്സിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ 3 ഫ്ലവേഴ്സ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പഴയ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലേക്കായിട്ട് ഞാൻ കുറച്ച് ഫെവി ബോണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് അതുമേലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു സൈഡിലേക്കായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിലേക്ക് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അതേ സംഭവം അത്രയേ ഉള്ളൂ. നമ്മുടെ ഹെയർ ബാൻഡിന് ഇപ്പോൾ ഒരു പുതിയ ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിരിക്കില്ലേ. അപ്പോൾ ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.